ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ കഴിഞ്ഞ ദിവസം പമ്പയെന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ശൈലിയിലേക്ക് പോകുന്ന വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ പമ്പ വരെയുള്ള വീഡിയോ ആണ് നമ്മൾ പോസ്റ്റ് ആക്കിയുള്ളൂ. ഇത് അടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ ഒരു അബദ്ധം പറ്റി. ഞാൻ അവിടെ വെച്ച് ഇൻട്രോ എടുത്തായിരുന്നു, പക്ഷേ ഇൻട്രോ കാണാനില്ല, റെക്കോർഡായില്ല എന്നുള്ളൂ. അപ്പോൾ നമ്മൾ ശനിയാഴ്ച രാത്രി തന്നെ വന്നായിരുന്നു. ഞാനിപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച രാവിലെ അപ്പോൾ വീഡിയോ എടുക്കുന്നു എന്നുള്ളൂ. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള വീഡിയോ കണ്ടിട്ടോ. നല്ല അടിപൊളിയായിട്ടൊക്കെ പെയ്യുന്നു. മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുന്നു. മഴയില്ല, മഴക്കാറുണ്ട്, പക്ഷെ വെള്ളമുണ്ട്. നോക്കി പറഞ്ഞില്ലെങ്കിൽ വെള്ളം പോയി. നല്ല രീതിക്കുള്ള വെള്ളമുണ്ട്. പാടത്തേക്ക് കയറിയിട്ട് കാണിച്ചു പമ്പലുണ്ട്. ഇവിടെ ചാടല നല്ല വെള്ളം. ആ നല്ല വെള്ളമുണ്ട്. നല്ല വെള്ളമുണ്ട്. നല്ല വ്യൂ ആട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വ്യൂ ആണ്. നല്ല തിരക്കുണ്ട്. എന്റെ നന്ദിനെ നല്ല ഉറപ്പുണ്ട് കേട്ടോ, നല്ല ഉറപ്പുണ്ട്. കേട്ടോ ഇതെന്നെ ചെയ്ത എന്നെ കടിച്ച്. പക്ഷെ എനിക്ക് പേടിയായോണ്ട് ഞാൻ എന്നെ പേടിയായിട്ട് ഞാൻ കണ്ടു പോയി. ഇപ്പൊ സമയത്ത് 1:30 5 മണിക്കാണ് അവിടെ ഓർക്കുന്നത്. നമ്മൾ പതുക്കെ നടന്നുകൊണ്ടിരിക്കും. മഴ കയറാൻ തുടങ്ങിയിരിക്കുന്നു. ആറാട്ടോളം കാണട്ടെ. ഗണപതി അമ്പലത്തിന്റെ അങ്ങോട്ട് കയറാൻ പോകുന്നു. ഇപ്പോൾ മഴ തുടങ്ങിയിരിക്കുന്നത്. മഴ പെയ്തു. ട്രൈപ്പോഡ് അതൊക്കെ എടുത്തുവെച്ചത്. ട്രൈപ്പോഡൊക്കെ ഉണ്ട്, ബാക്കി എല്ലാ കാലവും ഉണ്ടായിരുന്നു. ഞാനൊക്കെ എടുത്തുവെച്ചത് പ്രതിഷ്ഠ ആണെങ്കിൽ നിങ്ങൾക്ക് ഡൊണേറ്റ് ആണെങ്കിൽ ഡൊണേറ്റ് ചെയ്തോളൂ. ശരീരമൊക്കെ ഇപ്പോൾ ഫേമസ് ആയി. ഈ വഴിയിലൂടെ പോകും. നമ്മൾ അകത്ത് കയറി. കുറച്ചൊക്കെ പുറത്തുണ്ട്, അകത്തിരിക്കുന്നു. ഞങ്ങൾ തിരിച്ച് പുറത്തേക്ക് പോകുന്നു. നടന്നു തുടങ്ങും. ഇനിയാണ് നടക്കാൻ പോകുന്നത്. നല്ല തിരക്കാണ് കേസ്, നല്ല തിരക്കാണ്. എനിക്കതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവന് നാണമാണ് കേസ്. ഞാൻ വലിയ യൂട്യൂബർ അല്ലാത്ത എന്റെ നാണമാണ് അവൻ. അതായത് നിങ്ങൾ പിടിക്കില്ല. ഇതവന്റെ നാണം കൊണ്ടാണ്. നമുക്ക് ഏതികൂടെ പോണം. ഇപ്പൊ മല കയറി പോണം. നമ്മളെ ഇതികൂടെ പോണേ. അയ്യപ്പ റോഡ് ഇതാണ്. അയ്യപ്പ റോഡ് പ്രതിയുടെ ട്രാക്ടറൊക്കെ കാര്യങ്ങളൊക്കെ പോണേ. ഇത് നമ്മള് മല കയറും. ഇത് നീലമല കയറും. ഇതാണ് നീലമല. നമ്മൾ കയറിപ്പോണം നീലമല. നമുക്ക് കയറിപ്പോകാൻ ഇറങ്ങിപ്പോകാൻ എളുപ്പമാണ്. പിന്നെ തണലും കാര്യങ്ങളെല്ലാം ഉണ്ട്. മറ്റേത് അങ്ങനെ എന്താ കോൺക്രീറ്റോടാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ തെന്നടിച്ച് വീഴും. അതുകൊണ്ട് നമുക്ക് ഇതാണ് എളുപ്പം. നമുക്കപ്പോൾ നീലമല കയറി പോവാം. കാണിക്കാം. അതെ, അതുപോലത്തെ 19 ഇരുപതെണ്ണുണ്ട്. 3 ഇനിയും കയറാനുണ്ട്. കയറിക്കൊണ്ടിരിക്കുന്നു. അത്യാവശ്യം ഇങ്ങനത്തെ ഏരിയാസ് കേട്ടോ. ഇങ്ങനത്തെ ഏരിയ ഉണ്ട്, പിന്നെ കല്ലുള്ള ഏരിയാസ് ഉണ്ട്. നമുക്ക് നടക്കട്ടെ. എന്തെങ്കിലും കാണാം. നല്ല വ്യൂസ് ആയിരിക്കും. ഇത് മഴയും മഞ്ഞുകളൊക്കെ രാവിലെയൊക്കെ അടിപൊളി വ്യൂ ആയിരിക്കും. ഇങ്ങനെ കുറച്ച് സെറ്റപ്പ് സാധനം മുമ്പിലേക്ക് പോട്ടെ. നമ്മളിപ്പോൾ വെറൈറ്റി വേണം. ഇതിവിടെ മനുഷ്യനില്ല. ബാക്കി ഇവിടെ ആരും കയറുന്നില്ല. എല്ലാവരും
എളുപ്പമുള്ള വഴി കൂടെ പോകും. അപ്പോൾ നമ്മൾ ഇച്ചിരി ഡിഫിക്കൽട്ടി ഉള്ള വഴി കൂടെ പോകും. അതുപോലെയാണ് ലൈഫിലും എല്ലാവരും സെയിം വഴി തന്നെ ആയിരിക്കും. അതിലെന്തായാലും നമ്മളെ ഒരു പെർസെൻറ്റേജ് ആളാവുക. 99% ആൾക്കാരും ഫോളോ ചെയ്യണ കാര്യം 1% ആൾ ഫോളോ ചെയ്യണം. പക്ഷെ ഇച്ചിരി റിസ്ക് ആയിരിക്കും. പക്ഷെ അത് ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ ചെറിയൊരു മോട്ടിവേഷൻ കഴിഞ്ഞാൽ വഴി കാണാം. തിരക്കുണ്ട്, പോരപ്പാൻ അറിയില്ല. തിരക്കുന്നില്ല, തിരക്കുണ്ട്. മഴ പെയ്യുണ്ട്. ഇതിപ്പോൾ 6ാമത്തെ ഷെഡ്, 7ാമത്തെ ഷെഡ്, 7ാമത്തെ ഷെഡ്. മീനുമലേ നേരത്തിൽ അവൻ പെട്ടെന്ന് എത്തിയില്ല. എന്താണെന്ന് അറിയില്ല. ഒരു ഇങ്ങനെ പൊട്ടന്മാരുണ്ടാവുന്ന എനിക്ക് അപ്പൊ അമ്മനെ കൈക്ക് പിടിക്കാൻ പോയിക്ക. ആ ചേട്ടനെ ഓടിച്ചോണ്ട് പിടിച്ചില്ല. ഇത് കൈക്ക് പിടിച്ചാണ് പോട്ടെ. ഇവിടുത്തെ സ്ഥിരം കഴിച്ചാണ് ഇതിൽ കുറെ ഉണ്ട്. മീൻ, പാമ്പ്, പന്നി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇഷ്ടംപോലെ പന്നി ഉണ്ടാവും. ഇതിന്റെ ബാക്കിയാണോ നോക്കുന്നത്? ഇതിന്റെ ബാക്കിയാണ് വരണ്ട്. അതിന്റെ കുടുംബങ്ങളെന്ന് തോന്നുന്നു. ഇതുണ്ട്. ഇല്ല, നല്ല ദിവസമുള്ള വ്യൂസാണ്. മഴക്കാറുണ്ട്, അതൊരു പേടിയാണ്. എനിക്കതിപ്പോ ഷെഡ് ഇപ്പൊ 11ാമത്തെ ഷെഡ്, 21, 22 ഐ തിങ്ക്. ഞാൻ വന്നിട്ട് ഇപ്പോൾ 1 വർഷം ആവാറായി. അതുകൊണ്ട് കറക്റ്റ് എനിക്കറിയില്ല. 21 ഏകദേശം 21 വരും. അപ്പോൾ 21 11 നമ്മൾ കയറിക്കൊണ്ടായിരിക്കുക. നിങ്ങൾ കയറി തീർച്ചയായിട്ടാ. നമ്മളിപ്പോൾ കാരണം 4 കിലോമീറ്ററിന് അടുത്ത് പമ്പയിൽ സന്നിധാനം വരെ 4 കിലോമീറ്റർ നടക്കാനുണ്ട്. ഓ, നമ്മൾ നടക്കട്ടെ. മൈക്ക് ഓഫ് ഇല്ല, നടക്കട്ടെ. മുമ്പിലേക്ക് നടന്ന് വരുന്നു. അത്യാവശ്യം നടക്കാനുണ്ട്. 4 കിലോമീറ്റർ ഉണ്ടല്ലോ. ഇപ്പൊ കരിമല കയറണമെന്ന് അച്ഛനോട് ചോദിച്ചിട്ട് പറയാം. നീരുമല നമ്മളെ കയറി ഇപ്പൊ ടോപ്പിൽ നിന്ന് അടുത്തത് കയറിക്കൊണ്ടിരിക്കുക. പിന്നെ പച്ചയടൊക്കെ കയറാണ്. ഇപ്പൊ കയറട്ടെ. മല കയറാൻ ശ്രദ്ധിക്കുക. നമ്മളെപ്പോഴും മുക്കിക്കട ശ്വാസം എടുത്ത് വിടരുത് കേട്ടോ. നമുക്ക് മുക്കിക്കട 2 ചെറിയ ഓട്ടയില്ലേ, ഒത്തിരി ശ്വാസം വലിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിലും വേറെ നമ്മള് വായക്കടയും മുക്കിക്കടയും മാറി മാറി ശ്വാസം വിടുമ്പോൾ നമ്മുടെ കാട്ടെല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇറക്കും. അപ്പൊ നിങ്ങളെപ്പോഴും മുക്കിക്കടയും വായക്കടയും ശ്വാസം വിടാൻ നോക്കാം കേട്ടോ. കേൾക്കണം മാത്രം വിട്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് എന്നാ പറയാ കിതയ്ക്കും. ഇപ്പൊ വായക്കടം 2 മണി ഇടുമ്പോൾ നമുക്ക് അത്ര കിതപ്പ് വരില്ല. നിങ്ങള് മുക്കിക്കട മാത്രം ഇടാണ്ട് വായക്കടയും വേണം. നല്ല കാറ്റ്, അതൊരു സമാധാനം. നമ്മൾ അപ്പാച്ചിമാരുടെ അടുത്തെത്താറ കേട്ടോ. ശ്വാസം വീണ സൗണ്ട് കിട്ടണമെങ്കിൽ സോറി ഗൈസ്. ശ്വാസം കിട്ടില്ലെങ്കിൽ കേട്ടോ. ഇവിടെ അപ്പാച്ചി വേണം. അപ്പം താഴത്തേക്ക് അറിയുന്നില്ല. ഇവിടെ അപ്പാച്ചി ഞാൻ കാണിച്ചതാണ്. നല്ല കാറ്റാണ്, നല്ലോണം കാറ്റാണ്. നല്ല കാറ്റാണ്. അപ്പാച്ചി ഉണ്ട വാങ്ങിച്ച് താഴത്തേക്ക് എറിയുക. നമുക്ക് തീറ്റ പോലെ ഉള്ള സാധനമാണ്. അതെ, അടുത്തേക്കണം. 2 ചുരങ്ങളുടെ അടി ഉണ്ടാക്കണം. എന്ത് സാധനം കിട്ടി കഴിക്കാൻ. ഷെയർ കൊടുക്കാത്ത അടി ഉണ്ടാക്കാനാണ് പറയുന്നത്. എത്ര നേരം ഇങ്ങനത്തെ റോഡ് ഇതല്ലായിരുന്നു. ഒരു സൈഡ് ഇതും ഒരു സൈഡ് കോൺക്രീറ്റ് പോലത്തെ സാധനമാണ്. ഇപ്പൊ 2 സൈഡും കല്ലാക്കി. താഴത്തേക്കും കല്ലായി വരുമായിരിക്കും കേട്ടോ. ഇത് വൃത്തി നോക്കണ്ട. മഴയും പിന്നെ നമ്മളല്ലല്ലോ, നമ്മുടെ നാട്ടുകാരല്ലല്ലോ. നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും കണക്കാം. വൃത്തിയുടെ കാര്യത്തിൽ എല്ലാവരും കണക്കാം. അതുകൊണ്ട് തന്നെ എല്ലാവരും വേസ്റ്റൊക്കെ ഇട്ടാ പോണേ. വൃത്തി നമ്മൾ നോക്കരുത്. ഇവിടെ എവിടെയും കഴിയില്ല. മുമ്പിലേക്കോടെ അപ്പാച്ചി വീട്ടിലെത്തി. അപ്പാച്ചി ടോപ്പിലെത്തി. നമുക്ക് ഇവിടെ നിന്ന് നടക്കാനുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനുണ്ട്. ഇപ്പൊ ക്യാമറമാൻ ഞാൻ ക്യാമറ അനിയൻ്റെ കൊടുത്തു കേട്ടോ. അനിയൻ പറയാൻ വേണ്ടിയപ്പോൾ ഞാൻ വേണ്ടിയെ കൊടുത്തു. വാ
സെൽഫിസ്റ്റിക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദിവസം അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്, മഴയൊന്നുമില്ലാത്ത നല്ല ക്ലൈമറ്റാണ് അവിടെ. നമ്മളിപ്പോ ഏകദേശം പകുതിയായി, ഏകദേശം എന്ന് പറയാം, ഏകദേശം പകുതിയായി. നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. മൈക്ക് എന്താ സൗണ്ട് കിട്ടണമെന്ന് എനിക്കറിയത്തില്ല, ബാക്കി എല്ലാവരുടെ സൗണ്ട് കൂടുതൽ സൗണ്ടാണ്. മഴക്കാറുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ മഴക്കാറുണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് മഴക്കാറുണ്ട്. മഴ പെയ്യോ എന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ബാക്കിയാണ്. ഇപ്പോൾ നമ്മൾ കയറ്റം കയറി കഴിഞ്ഞു, ഇനി നമുക്ക് ഇറങ്ങാനാണ് ഉള്ളത്. ഏകദേശം കയറ്റം കയറി കഴിഞ്ഞു, നമ്മൾ ഇനി ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇറങ്ങുന്നത് നമുക്ക് കാണാം കേട്ടോ. അത് കാണിച്ചെടുത്ത ഇത് ശരം കുത്തി, ശരമാട്ടോ ഇത്. ഇതെല്ലാവരും കൊണ്ട് കുത്തി ശരം കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് പോയില്ലേ. ഞങ്ങൾ ശരം കാണിച്ചു, ശരം കാണിച്ചെടുത്ത ശരം കാണിച്ചു, അതാണ് ശരം. നമ്മൾ ശരം ഇവിടെ എല്ലാ ശരിക്കും കുത്തുന്നത് ശരം കുത്തിയിലാണ് കുത്തുന്നത്. പക്ഷെ ആൾക്കാരെല്ലാവരും ശരം കുത്തി പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇവിടെ കുത്തി വയ്ക്കും. ഇത് ശരിക്കും ശബരി എന്ന് പറഞ്ഞ സ്ത്രീ താമസിക്കുന്ന സ്ഥലമാണിത്. ഇവിടെയാണ് അയ്യപ്പൻ കാണാൻ വന്നത്. അതുകൊണ്ട് ശബരി പീഠമാണിത്. പോവാ നോക്കാനാ എടുത്താ ഇങ്ങോട്ട് പോവാ. ഇതാണ് നമുക്കൊരു ഇടവഴി. രാത്രിക്ക് ഒന്നവർക്ക് കിടന്നുറങ്ങാനൊക്കെ ഒരു ഇടവഴി ആട്ടോ ഇത്. ഇപ്പൊ ഇത്രയും ഡീറ്റെയിലായിട്ട് പറയേണ്ട കാര്യമുണ്ടോന്ന് എനിക്കറിയില്ല, എന്നാൽ ഞാൻ പറഞ്ഞു. ഇതിലാണെങ്കിൽ ഇനി നമുക്ക് ഒത്തിരി വലിയ കയറ്റോ ഇറക്കമൊന്നും ഇല്ലാത്തതിനല്ല, അത്യാവശ്യം നല്ല റോഡാണ്. ശരംകുത്തി അത് പോണ ടൈം ഇത് നേരെ വേണ്ട, അതാണ് ശരംകുത്തി പോണേ. ഇത് താഴത്തേക്കുള്ള അയ്യപ്പ റോഡ് ഉണ്ട്. അയ്യപ്പ റോഡ് എങ്ങനെ വന്നാലും അയ്യപ്പ റോഡ് ഇവിടം വരെ റോഡ്. ഇവിടുന്ന് പിന്നെ നമ്മള് സാധാ എല്ലാം ഒറ്റ വഴിയാണ്. ഞാൻ കാണിച്ചില്ല അയ്യപ്പ റോഡ് തന്നെ. ഇതിലാണ് അയ്യപ്പ റോഡ് തന്നെ. ഇവിടെ മെയിനായിട്ട് അയ്യപ്പ റോഡ് വന്നത് ട്രാക്ടറൊക്കെ പോകാൻ വേണ്ടി, അല്ലെങ്കിൽ ചരക്ക് ഗതാഗതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാട്ടോ അയ്യപ്പ റോഡ് ശരിക്കും ചെയ്തത്. നേരത്തെ ഒരു മല മാത്രം കയറുന്നത്, ഇപ്പോഴാണ് അയ്യപ്പ റോഡ്. കൊറോണയ്ക്കൊക്കെ മുമ്പാട് പോകുന്നത് ഒത്തിരി ഒന്നും ആയില്ല എനിക്ക് തോന്നുന്നു കേട്ടോ. അയ്യപ്പ റോഡ് ഒന്നും ഉണ്ടാകും. നമുക്ക് മുമ്പിലേക്ക് പോട്ടെ. നമുക്കൊരു കടല വന്നിട്ടുണ്ട്, അപ്പൊ കടലും കഴിയുന്നു. നമ്മൾ മരക്കൂട്ടത്തിനിടെ ഇനി ഇവിടുന്ന് ഇനിയാണ് മരക്കൂട്ടം നടന്നത്. അപ്പൊ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ നടന്നുകൊണ്ട് നമുക്ക് ഇനി ഇവിടുന്ന് മലക്കൂട്ടത്തിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ നടന്ന് 1 കിലോമീറ്റർ നടക്കാനുണ്ട്, കുഴപ്പമില്ല. ഒത്തിരി നടക്കാനുണ്ട്. നമുക്ക് ഇവിടുന്ന് 1 കിലോമീറ്റർ അടുത്ത് നടക്കാനുണ്ട്. അപ്പൊ നടക്കണതിന് വലിയ കുഴപ്പമില്ല. നമുക്ക് നേരെ റോഡ് തന്നെയാണ്, കയറ്റോ ഉറപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല റോഡാണ്. മരമാണ്, നിറച്ചും മരം കേട്ടോ. കാണിച്ചെടുത്താ നിറച്ചും മരമാണ്, നിറച്ചും മരങ്ങളാണ്. ഇഷ്ടംപോലെ മരങ്ങൾ, മൃഗങ്ങളെല്ലാം ഉള്ള കേട്ടോ. കുരങ്ങന്മാർ തന്നെയാണ് കൂടുതലും. ഇപ്പൊ നമുക്ക് മുമ്പിലേക്ക് നടന്നു പോവാം. അച്ഛൻ മുമ്പിലേക്ക് പോയി. ഉണ്ടോ, ഇവിടെ നിറച്ചും മരങ്ങളാണ്, നിറച്ചും മരങ്ങളുകൊണ്ടാണ് ഇത് മരക്കൂട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കങ്ങനെ പോകുന്നു തടുക്കാറ്. പക്ഷെ നല്ല വണ്ണമുള്ള തടികളൊക്കെ ആട്ടോ നിറച്ചും കൂടെ കേട്ടോ. പിന്നെ ചെടിയുണ്ട്, അത് പറയാം. ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോട്ടെ, ഇതാണ് ഇത് മരത്തിന്റെ ഒക്കെ തടിയുണ്ടോ. ഞാനൊക്കെ പോയി കഴിഞ്ഞാൽ ചെറുതായിട്ടോ ആനയുടെ അടുത്ത് പുഴു നിൽക്കുന്ന അവസ്ഥ. തടിയുടെ ഹൈറ്റൊക്കെ ഉണ്ടാ മീറ്റടിച്ചതാ, നല്ല ഹൈറ്റുകൾ കഴിച്ചിരുന്നൊക്കെ കഴുത്തോലെടുക്കും നോക്കിക്കൊണ്ടിരിക്കും. കാണുന്നുണ്ടോ സന്നിധാനം. ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, മൊത്തമായിട്ട് ഏകദേശം കാണാൻ പറ്റും. കാണുന്നതാണല്ല സന്നിധാനം. ഒത്തിരി സന്ധ്യണ്ടാ. ഇതാണ് ലാസ്റ്റ് ഏരിയ കേട്ടോ. ഈ നിലത്തന്നെ ലാസ്റ്റ് ഏരിയ ആണിത്. ഇവിടെ ചെരുപ്പൊക്കെ കീപ്പ് ചെയ്യണ സ്ഥലമാണിത്. ഇനി ഇവിടുന്ന് നേരെ ചെല്ലേണ്ട സന്നിധാനത്തേക്ക്. അപ്പൊ നമുക്ക് സന്നിധാനത്ത് ചെന്നിട്ട് കാണാം കേട്ടോ. ഇതിനുള്ള നല്ല തിരക്കായിരിക്കും. ഇപ്പൊ സന്നിധാനം ചെല്ലണ്ട. നമ്മൾ നടന്നു വരില്ലേ, കരിമല ഒരു നടന്നു വരുമ്പോ വന്ന വഴിയാണത്. അതിൽക്കൂടെ ആണ് നമുക്ക് നടന്നു വരുന്ന സ്ഥലമാണ്. അത് എരുമേലിന്ന് നടന്നു വരുന്നവരുണ്ട്, കുറെ രീതിയിൽ നടന്നു വരുന്നുണ്ട്. അപ്പൊ ഈ നടന്നു വരുന്ന നമുക്ക് എല്ലാവർക്കും ഒരു വഴി കൂടെ വന്ന് അതിവിടെ കയറാൻ പറ്റും. ഇതാണ് സന്നിധാനം ഏരിയ എന്നൊക്കെ പറയാം. സന്നിധാനം ചെന്നിട്ട് കാണാം കേട്ടോ. BSNL നല്ല റേഞ്ച് ഉണ്ട്. ആണോ
വെള്ളം മഴക്കാറ് കാണുന്നുണ്ട്, വെയിലാകുന്നു. ഇപ്പം എടുക്കാറുണ്ട് നമുക്ക് അത്ര പേരില്ല. സംവിധാനം എത്താറായി. നടപ്പന്തലാവട്ടെ, നമുക്ക് നടപ്പന്തല് മുമ്പിലെത്താം. നമുക്ക് നടപ്പന്തലത്തിൽ കാണാം. നമ്മൾ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ നേരെ ചെന്ന് കാണുന്നത് നടപ്പന്തലിലേക്ക്. നടപ്പന്തലിൽ നിന്ന് പിന്നെ നമുക്ക് പോവാം. നടപ്പന്തലേക്ക് മേളിലേക്ക് കയറുമ്പോൾ കേട്ടോ, കുറച്ച് ദൂരം നടക്കാനുണ്ട്. 50 മീറ്റർ അടുത്ത് നടക്കാനുണ്ട്. നമ്മൾ ആ നേരത്തെ കണ്ടുകൊടുക്കുന്ന 50 മീറ്റർ അടുത്ത് നടക്കാനുള്ളതുണ്ട്. സർക്കാർ ആശുപത്രി ഉണ്ട്, ഇവിടെ ഒരു ആയുർവേദ ആശുപത്രി ഉണ്ട്. നമുക്കിവിടെ ഒരു വലിയ ഒത്തിരി പെട്ടെന്നൊക്കെ നമുക്കിവിടെ ആശുപത്രിയിൽ വരാൻ പറ്റും. എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഇവിടെ. നമുക്ക് ഒരാളുടെ പേരിൽ ആദ്യമായിട്ട് പോസ്റ്റ് ഓഫീസ് ഉള്ളത് അത് അയ്യപ്പൻ്റെ പേരിലാണ്. നമുക്ക് ഒരാളുടെ പേര് മാത്രമേ ഉള്ളത്, അയ്യപ്പൻ്റെ അടുത്ത് ഉള്ളൊരു പോസ്റ്റ് ഓഫീസ്. എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തന്നെ. ഇതാട്ടോ നടപ്പന്തലെത്തിയിരുന്നു. നടപ്പന്തലെത്തി നമുക്ക് ആ ഇതിൻ്റെ ഉള്ളിലാണ് പോകേണ്ടത്. ഇപ്പൊ നട തുറക്കാത്തതുകൊണ്ട് നമുക്ക് ഒപ്പം പോകുന്നില്ല, വേറെ വഴികളൊക്കെ നോക്കാം. വലിയ സൗണ്ട് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല, നോക്കാം. നല്ല സൗണ്ടാണ് ഇവിടെ ആഴിപൂജ നടത്തണം. നമ്മളവിടെ കൊണ്ടുവന്ന നെയ്യില്ലേ, നെയ്ത്തേങ്ങ ഇവിടെ ആയിട്ട് കത്തിച്ച് തീരുമ്പോഴാണ് നമ്മുടെ എല്ലാ മോശങ്ങളും നമ്മൾ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ശരിയാവുന്നതാണ്. ഇതാണ് ആഴി. കാണാൻ പറ്റുമല്ലോ എനിക്കറിയില്ല. നല്ല കാറ്റുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചുതരാം. കാണാൻ പറ്റുമോ നമുക്ക് നോക്കട്ടോ. അന്നദാനം കഴിക്കാൻ പോവാം. അന്നദാനം ഇവിടെ ഇതാണ് കേട്ടോ സന്നിധാനം. ഞാൻ കാണിച്ചുതരാം, അത് വെളി കയറിയിട്ട് കാണിച്ചുതരാം. ഇതിപ്പോൾ അന്നദാന മണ്ഡപത്തിൽ അന്നദാനം കിട്ടുമെന്ന് പറയാൻ വേണ്ടി പോവാം. പക്ഷേ കുറേ ആൾക്കാരെ ഇട്ടേച്ചു പോകും. അതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്കൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും, അതുമില്ല. മലയാളി എന്ന് കണക്ക് എല്ലാവരും കണക്കാം, അത് വേറെ കാര്യം. നമ്മൾ മേളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഒരു ഫുഡ് കഴിക്കാൻ. അന്നദാനം തീർന്നേ കഴിച്ചു, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. മൈക്കൂരി വെച്ചേക്കോട്ടെ, അതുകൊണ്ട് സൗണ്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് വരാം. മനയിലാട്ടോ, നല്ല നല്ല ഊളാണ്. അത് എവിടെന്നാ വെച്ചാൽ വലിയ ഊള സാധനം എന്ന് വെച്ചാൽ ഊള സാധനം എനിക്കിഷ്ടപ്പെട്ടൊന്നുമില്ല. 10 പൈസയ്ക്കില്ല ആ സാധനം. മഴ പെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ഇനി അവിടെ പോയി തല അയക്കട്ടെ, എവിടെയും പോയി കിടന്ന് ഉറങ്ങണത്തില്ല. പാട്ട് കേൾക്കണമെന്ന് എനിക്ക് സംശയമില്ലാതില്ല. ഞങ്ങൾ ചുമ്മാ ഇറങ്ങിയിട്ട് നമ്മളുടെ അടുത്ത് കൂട്ടിയാക്കാം. സാറോനെ എല്ലാവർക്കും ഒരു സംശയമാണ്. ആ സംശയം നിർത്തരാം. കെട്ട് നിറയ്ക്കാതെ ആൾക്കാരെങ്ങനെ മേളിലേക്ക് ഇറങ്ങാനുള്ള ഈ വഴി ഉണ്ടാവും. ഈ വഴിയാണ് കെട്ട് ഇറക്കാത്തവർ മേളിൽ കയറി തൊഴണത്. ആ വഴി കയറി വരാം. പിന്നെ ആ വഴിയും കയറി ചെല്ലാം. അങ്ങനെയാണ് കെട്ട് നിറയ്ക്കാത്തവർ 18-ാം പടി കയറാണ്ട് അകത്ത് കയറുന്നത്. കെട്ട് നിറച്ചവർ 18-ാം പടി വരെ കഴിയും.
നാളികേരം ഉടച്ച് 18 പടി കയറി മേടിക്കലും, അല്ലെങ്കിൽ നാളികേരം ഉടച്ച് ഒന്നെങ്കിൽ ഈ വഴി അല്ലെങ്കിൽ അതിവിടെ കറങ്ങി അതിവിടെ വന്ന് മേടിക്കും. ഇത് 2 രീതിയാണ് മെയിൻലി എല്ലാവരും യൂസ് ചെയ്യുന്ന രീതി. അപ്പോൾ അതോടെ മഞ്ഞ് ദിവസം മഞ്ഞ് ഇപ്പൊ ഇവിടെ എല്ലാ ദിവസവും മഞ്ഞ് ഉണ്ടാവാറുണ്ട്. മഴ പെയ്തിട്ടില്ല, പക്ഷെ എന്നാലും മഞ്ഞുണ്ട്. ഇങ്ങനെ മഞ്ഞൊന്നും അറിയത്തില്ല. മഞ്ഞുണ്ട്, ഫുൾ മഞ്ഞുണ്ട്. അവിടെയൊക്കെ മഞ്ഞാണ്. നമുക്ക് അപ്പുറം സൈഡിൽ പോകാൻ മഴക്കാറ്, മൊത്തം മഴക്കാറും പെയ്യും. മഴ എപ്പോഴേലും പെയ്യാം. അവിടെയാണോ മഴക്കാറ്? തിരക്കില്ല, വലിയ ദീപാരാധന സമയം ഉണ്ടെങ്കിൽ തിരക്കില്ല. അപ്പോൾ നമ്മള് സമയത്ത് കയറാൻ പോകാറ്. തിരക്കുണ്ട് കേസ്, ദീപാരാധനയുടെ സമയമാണ്. തിരക്കുണ്ട് കേസ്. ശരിക്കും ഈ വഴിയാണ് വരേണ്ടത്. കറങ്ങി വരണം, വളരെ കറങ്ങി വരണം. നമ്മൾ പക്ഷേ ഇപ്പോഴത്തെ ഷോപ്പിൽ പോയില്ല. അപ്പുറത്തെ സൈഡിൽ കാണാൻ ഈ സൈഡിൽ ഇപ്പുറത്തെ ചൂപ്പിൽ കൂടെ പോയി അവിടെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. തിരക്കുണ്ട്, നല്ല രീതിയിൽ തിരക്കുണ്ട്. രക്ഷിത ഇതിന് അംശം കിട്ടും. അന്നദാനം ഫ്രീ, നമ്മളൊക്കെ കഴിക്കുക. അന്നദാനം വൈകുന്നേരം കിട്ടി. അങ്ങനെ സീറ്റ് തപ്പി സീറ്റ് കെട്ടിയിട്ട് കഴിച്ചിട്ടിരിക്കാം. അപ്പോൾ അവിടെ സീറ്റ് ഇരിക്കാം. 9:56 നമ്മൾ ഇറങ്ങി. തിരിച്ചു പോകണ വീഡിയോ ഒന്നുമില്ല, നേരെ വീട്ടിലേക്ക് കേട്ടോ. പറ്റില്ലാണ്ടേ നല്ല കുത്തു കിട്ടി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത്.